ഇത് ഷാജി പാപ്പൻ കുത്തുന്ന കൊടിയാ. ഇനി ഇവിടെ ഒരു ഡാൻസ് ബാറും വേണ്ട, ഒരു മൈലാഞ്ചി കച്ചവടം വേണ്ട. കേറി അടിച്ചു. നമ്മുടെ റഫേൽ വിമാനങ്ങളും MiG-29 കേറി അടിച്ചു തീർത്തിട്ടുണ്ട് 9 സ്ഥലങ്ങൾ. എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി. കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല. പറ്റുമെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ അങ്ങ് ഇട്ട് കൊടുക്കുക. എനിക്കിതിരി ദണ്ണുണ്ട്, എന്റെ സാധനം കരിഞ്ഞുപോയി. വളരെ വ്യക്തമായിട്ട് നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ മനസ്സിലായി. ഇപ്പോഴാ കൊലവാസായത്. അത് കണ്ട് പേടിച്ചു തൂറിയിരിക്കുകയാണ് പാകിസ്ഥാൻകാരന്മാര്. ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. ആരും വിളിക്കണ്ട, ഞാൻ തന്നെ കഴുകാം. ഇവിടെ കുറെ തെണ്ടികൾ, നാറികൾ, പരനാറികൾ കുറെ എണ്ണം ഉണ്ട്. മറ്റാരുമല്ല, റിയാസ് സലീം. കളിച്ച് കളിച്ച് രാജ്യദ്രോഹത്തിന് കൂട്ടു നിൽക്കുന്നോടാ റാസ്കൽ. പാകിസ്ഥാനെ വെറുതെ വിട്, പാകിസ്ഥാനെ കയറി അടിക്കാൻ വരണ്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പരനാറി ചേറിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക മരണമായിരിക്കും. അതെന്താ? ഇവനെയൊക്കെ നാട്ടുകാർ തല്ലി കൊല്ലുന്നേ. അതെങ്ങനെ സ്വാഭാവിക മരണം? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണല്ലോ. ഇന്ത്യക്കകത്ത് ഇരുന്ന് തിന്നു കൊഴുത്ത് ഇന്ത്യയുടെ സുഖ സൗകര്യങ്ങളെല്ലാം നേടിക്കൊണ്ട് പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കുറെ നാറികൾ. അമ്മ യഥാർത്ഥത്തിൽ ഒരു അക്ഷരം മിണ്ടരുത്. എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഉടക്കുണ്ടാക്കും. രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്ന കുറെ എണ്ണത്തിന് ഇവിടെ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട്. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. യുവമാരെ എല്ലാം ചവിട്ടി പുറത്താക്കണം, മനസ്സിലായി? ഇവനെയൊക്കെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കണം, തൂക്കിക്കൊല്ലണം. നമ്മുടെ ഇട്ടാവട്ടത്തോടെ കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്.